ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പാഴ്സൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ, നമ്മുടെ സാധാരണ ഓപ്ഷന് വരുന്ന കോയിൻസാണ്. ഓപ്ഷന് വിളിച്ചിട്ട് നമുക്ക് പാഴ്സൽ വരുന്ന കോയിനാണ് ഈ ഒരു രീതിയിലൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. സാധാരണ പോലെ തന്നെ ഇന്നും എനിക്ക് തിരുവിതാംകൂറിൻ്റെ ഒരു നാണയമാണ് വന്നിരിക്കുന്നത്. തിരുവിതാംകൂറിൻ്റെ ഒരു നാണയം എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിലൊരു കൊതിയാണ്, അത് കാണുമ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടുള്ളൊരു കൊതിയാണ്. അപ്പോൾ നല്ല ഒരു ഫുൾ പാക്കഡായിട്ടാണ് നിൽക്കുന്നത്. നമ്മളൊരു കോയിനെ വാങ്ങിച്ചുള്ളെങ്കിലും അവർ നല്ല വെൽ പാക്കായിട്ട് എന്നാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, പുറവശത്തൊക്കെ ഇത്രയും സീൽ ചെയ്ത് ഒക്കെ നല്ല ഇതായിട്ടാണ് വരയ്ക്കുന്നത്. അതുപോലെ തന്നെ 1000 രൂപ കൊടുത്ത് ഇൻഷുർ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പാഴ്സൽ അയച്ചേക്കുന്നത്. അപ്പോൾ അത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അയച്ചേക്കുന്നത്. അപ്പോൾ അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് അയച്ചേക്കുന്ന ആ പാഴ്സലിലുള്ളതും അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നിയ ഒരു നാണയമാണ്. ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഇതേലത്തെ നാണയം ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു നല്ല കണ്ടീഷൻ കിട്ടിയപ്പോൾ, നമുക്ക് ഒതുങ്ങുന്നൊരു ചെറിയ റേറ്റിൽ കിട്ടിയപ്പോൾ നമ്മളത് വാങ്ങിച്ചതാണ്. ആ ഒരു നാണയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എൻ്റെ ഷോർട്ട് വീഡിയോസോ അല്ലെങ്കിൽ അല്ലാത്ത ഫുൾ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലുള്ള ഒരുപാട് കോയിൻസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ബില്ലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ ബില്ലും കാര്യങ്ങളും എല്ലാം നമുക്ക് അവർ തരുന്നുണ്ട്. അതിൻ്റെ പുറമെ നമ്മുടെ കോയിൻ എന്ന് കാണാം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ കോയിനാണ്. അതിൻ്റെ റെയിൻബോ ടോൺ വരെ ഉണ്ട്. അതിൻ്റെ രണ്ട് സൈഡിലും അത് ഇരുന്ന് പഴകിയതിൻ്റെ ആയിട്ടുള്ള ഒരു റെയിൻബോ ടോൺ ഉണ്ട്. ഇതാ കണ്ടില്ലേ, RV എന്ന് പറയുന്ന ഒരു ചക്രമാണ്. ഇതിനകത്തൊരു സ്പെഷ്യാലിറ്റി ഉള്ളത്, ആ RVക്കകത്ത് പുറകിലത്തെ ശംഖും കൂടെ നമുക്ക് ഇതിനകത്ത് പതിഞ്ഞിട്ടുണ്ട്. അത് ആ ചെറിയൊരു ലൈറ്റിൻ്റെ ഒരു ഏരിയ വെച്ച് നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കാണാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ നോക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും വരും. ഈ സൈഡിലത്തെ ആ കാണുന്ന ശംഖ് നമുക്ക് അപ്പുറത്തെ സൈഡിൽ, അതായത് പഞ്ചിങ് കൂടി പോയിട്ട് ആ ശംഖ് ഇപ്പുറത്ത് വന്നിരിക്കുന്നത് ഒരു ചെറിയ പഞ്ചിങ് എറർ പോലെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് ഗോസ്റ്റ് എറർ എന്ന് പറയും. ആ ശംഖ് ഇപ്പുറത്തോട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു ഫോട്ടോയും കൂടെ ഞാൻ ഇതിനകത്ത് കൂടെ അറ്റാച്ച് ചെയ്തേക്കാം. ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഇത് RV, രാമവർമ്മ എന്ന് പറയുന്ന തമ്പുരാൻ ഭരിച്ചിരുന്നപ്പോൾ ഉള്ള ഒരു ചക്രമാണ്. ഒരു ചക്രത്തിൻ്റെ വളരെ നല്ല ഒരു കോയിനാണ്, നല്ല കണ്ടീഷനിൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഇതുപോലുള്ള കോയിൻസൊക്കെ വീട്ടിൽ കാണും. അത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, തേഞ്ഞു പോകാത്ത നല്ല കണ്ടീഷൻ കോയിൻ ഉണ്ടെങ്കിൽ മാത്രമേ വില കിട്ടൂ. തേഞ്ഞു പോയതിന് അധികം വില ലഭിക്കില്ല. അതും കൂടെ നിങ്ങളുടെ മനസ്സിലിരുന്നോട്ട്. പിന്നെ ഇതൊന്നും ഒരു വിലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്നില്ല. നമ്മുടെ ഒരു സന്തോഷം, നമ്മുടെ ഒരു ഹോബി, അങ്ങനെയുള്ളൊരു കാര്യം ഉൾക്കൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള നാണയങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഈ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നുള്ള വീഡിയോസൊക്കെ എടുത്ത് കാണുക. നിങ്ങളുടെ ഇതുപോലെ കോയിൻസും കറൻസികളും സ്റ്റാമ്പുകളും ഒക്കെ ശേഖരിക്കുന്ന സുഹൃത്തുക്കൾക്ക് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, എന്ത് സംശയം ഉണ്ടെങ്കിലും, നിങ്ങൾ കറൻസിയെക്കുറിച്ചോ അല്ലെങ്കിൽ കോയിൻസിനെക്കുറിച്ചോ ഒക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് താഴെ കമൻസായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ അതിന് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതല്ലെങ്കിൽ റെഫർ ചെയ്തിട്ടാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നല്ല കോയിൻസും കറൻസികളും സ്റ്റാമ്പുകളുമായിട്ട് നമ്മുടെ ചാനൽ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ വീഡിയോസ് ആയിരിക്കുന്നു കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു. സേതു.